അണ്ണാച്ചി ഇതേതാ സ്ഥലം? എന്നെ இந்த സ്ഥലം എന്ത സ്ഥലം? சேலம். സേലമാ? ഇവിടെ നിന്നും മദ്രാസിക്ക് എവ്വളവ് ദൂരം? கிட்டத்தட்ட ஒரு 300-400 கிலோமீட்டர் இருக்கும். 400 കിലോമീറ്ററാ? ஆமா. എന്റെ കർത്താവേ, മദ്രാസിൽ ചെന്ന് കാർ കൊടുത്തിട്ട് ഇന്നത്തെ വൈകുന്നേരത്തെ ട്രെയിനിൽ തന്നെ കയറണം. നാളെ രാവിലെ തിരുവനന്തപുരം ജയിലിൽ ചെന്നില്ലെങ്കിൽ എന്റെ സ്ഥിതി. അയ്യോ, என்ன പോയാ? ഞാൻ പോലീസുകാരനാണോ അലക്കാരനാണോ? ഏതായാലും സംഗതി ചെത്തി. ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാൻ. മര്യാദയ്ക്ക് സത്യം പറയണോ അതോ ഇനി അലക്കണോ? ഇനി അലക്കോ ഡ്രൈ ക്ലീൻ ചെയ്യോ ഒന്നും വേണ്ട. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് അറിയാൻ മേല. ഞാൻ വണ്ടി കൊടുത്തു എന്ന സത്യമാണ്. ഇന്നലെ വരാമെന്നും പറഞ്ഞതാ. അവന്റെ ആശാന്റെ ഇതിൽ കൂടുതൽ ചെയ്യും ഞാൻ സ്വപ്നത്തിൽ പോലും. ആശാനോ? താനോ? എന്തിന്റെ ആശാൻ? താൻ എന്താണ് അയാളെ പഠിപ്പിച്ചെന്ന് മര്യാദയ്ക്ക് പറയുന്നോ അതോ? അയ്യോ എന്റെ പൊന്ന് സാറേ, ഞാൻ പറയാം, എന്നോട് ക്ഷമിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന് ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ട കാര്യം? ഡ്രൈവിംഗിന്റെ കൂടെ ഞാൻ കുറച്ച് മോഷണം കൂടി പഠിപ്പിച്ചു. അയ്യോ പാട്ട എന്റെ ഒരു ഗുരുവുണ്ട്, അയാളാണ് ഞങ്ങളെ വഴി തെറ്റിച്ചത്. ആരാണ് അയാൾ? അത്തപ്പടി അന്തർമോൻ. ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ട. ഇല്ല. തോമ എവിടെയുണ്ട്? തോമ ഇപ്പം മദ്രാസിലുണ്ട്. നമ്പർ 11 സുബ്രായ നഗർ, അശോകനഗർ, വിരുദനഗർ, മദ്രാസ്. കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. അതെ സർ. എന്നാൽ ഞാനൊരു ഭയങ്കര രഹസ്യം പറയട്ടെ. ഞാനും ഒരു മലയാളിയാ. ഞാനൊരു മലയാളി പോലീസ് ഓഫീസറാണ്. ഓ, ഡ്രസ് കണ്ടിട്ടായിരിക്കും നോക്കുന്നത്. കള്ളക്കടത്തുകാരനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇട്ടിരിക്കുന്നതാ. അങ്ങനെ ഏതെങ്കിലും സ്മഗ്ലേഴ്സ് എന്റെ അടുത്ത് കമ്പനി അടിക്കാൻ വരുമ്പോ എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ടാക്സിക്കാർക്കും റിക്ഷക്കാർക്കും ഓട്ടോക്കാർക്കും ഒക്കെ കുറ്റാന്വേഷണത്തിൽ ഞങ്ങളെ വളരെയധികം സഹായിക്കാൻ പറ്റും. ഈ മദ്രാസിൽ എനിക്ക് വേണ്ടി സ്വല്പം ചാരപ്പണി നടത്താൻ സമ്മതമാണോ? സർ, ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. മദ്രാസിൽ വന്നാൽ ഉടൻ തമിഴ്നാട് പോലീസ് അതോറിറ്റീസുമായി ബന്ധപ്പെടണമെന്നാ നിയമം. ഒരു മിനിറ്റ്, എന്റെ ഈ പെട്ടിയും ബാഗും ഒന്ന് നോക്കണേ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് പോരാ. ഓക്കെ? എക്സ്ക്യൂസ് മീ, ഐ എം എ പോലീസ് ഓഫീസർ. എനിക്കൊരു അർജന്റ് ഫോൺ കോൾ ചെയ്യണം. இங்க கியூ சிஸ்டம் தான். ഈ ക്യൂ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതന്നെ പോലീസുകാരാ. ഞങ്ങൾക്ക് എന്തോന്ന് ക്യൂ? யாரா இருந்தேன்னா கியூல வாயா. അതൊക്കെ നീ പാലിച്ചാ മതി. എനിക്കത് പ്രശ്നമല്ല. നീ പേഴ്സണല്ല, ഞാൻ ഓഫീഷ്യലാ. நீங்க போக வேண்டாமா? கலாட்டா பண்றதுக்கு சரியா இருக்கு. സ്റ്റാറില്ലല്ലോ, സാധാ പോലീസ് ആണല്ലേ. ഐ ആം സർക്കിൾ ഇൻസ്പെക്ടർ വിൻസെന്റ് ഡിസൂസ ഫ്രം കേരള. സർക്കിൾ ഇൻസ്പെക്ടറാ നീയാ? ഒന്നെ പാത്താ പോലീസ് മാതിരി തിരികെ തിരിടം മാതിരി இருக்கா? திருட்டு பையல നോക്കിത്തരം പറഞ്ഞാലുണ്ടല്ലോ. എങ്ങനാ ഒന്ന് ഐഡന്റിറ്റി കാർഡ്? ഐഡന്റിറ്റി കാർഡ് ഇന്ന് നിന്നെ കൊണ്ട് സല്യൂട്ട് അടുപ്പിച്ചിട്ട് ബാക്കി കാര്യം. അതെ, കാറിനകത്ത് പെട്ടിക്കകത്തായി പോയി. അയ്യോ, ആ ടാക്സി എവിടെ? അതിനകത്തായിരുന്നു എന്റെ പെട്ടിയും ബാഗും കൊണ്ടായിരുന്നത്. മദ്രാസിൽ മോഷണം ഉണ്ടല്ലേ? നിങ്ങൾ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ പെട്ടിയും ബാഗും മോഷണം പോയി മിസ്റ്റർ. அப்படியே அந்த கார் நம்பர் உனக்கு தெரியும்? കാർ നമ്പർ ஐயா ராஸ்கல் பைசா கிடா நீ. ഞാനൊരു രസം പറയട്ടെ. ആക്ച്വലി
ഞാൻ ഒരു ജയിൽ പുള്ളി. എന്തിനാണ് ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കാപാലികന്മാരുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ചാണ് ഇന്നലെ രക്ഷപ്പെട്ടത്. കൊള്ളയും കൊള്ളിവെപ്പും ഞാൻ എന്നേ നിർത്തിയില്ലേ ഈശ്വര. എന്റെ സമാധാന ജീവിതം തകർക്കല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പടം ടിവിയിൽ വരുത്തിയത് കുറച്ച് കടന്നു കൈയായിപ്പോയി. ഏതായാലും വന്നത് വന്നു. ഇനിയും എന്നെ സെൻട്രൽ ജയിലിലേക്ക് അയക്കല്ലേ മുറുഹ. இது என் மகள் ஞானம். ஹலோ, நமஸ்காரம். ஞானம், இவர் யார் மாதிரி இருக்கு? அது வந்து இறந்து போன உன் அண்ணன் சுப்பிரமணியம் மாதிரி இல்லே? ஆமாப்பா, அண்ணா மாதிரியே இருக்கார். அதே கண்ணு, அதே மூக்கு, அதே மீசை. கார் ஆக்சிடென்ட்ல அடிபட்டு சாகும் போது தலையில் இந்த மாதிரி 2 கெட்டு இருந்தது. இந்த மூஞ்சியை பார்க்கும் போது அந்த டெட் பாடியே வந்து முன்னால நிக்கிற மாதிரி தோணுது. அப்பா, இவர் யாருப்பா? இவரு கேரளாவிலே பெரிய போலீஸ் ஆபீசர். அப்படியா? வாங்க, ஆத்துக்குள்ள வாங்க. வாங்க. அப்பா, இவருக்கு தலையில என்னாச்சு? ஏதோ அயோக்கிய ராஸ்கல் அடிச்சு உதைச்சு இந்த கதிக்கு ஏதாக்கிட்டார். அச்சச்சோ. கோயிலிருந்து வரும்போது நடு ரோட்ல படுத்து இருந்தார். அப்புறம் கருபா, என் கண்ணுல படாம இருந்தா இவருக்கும் நிச்சயமா உன் அண்ணன் கதியே வந்திருக்கும். பாவம். ஆமா, சம்பு எங்கே? பூஜை பண்ணிட்டு இருக்க. கூப்பிடவனே. ஆறு சும்பு? சும்பு அல்லப்பா, சம்பு, என் மருமக புள்ள. என்ன என்ன பூஜை முடிச்சிட்டேளா? சித்த வரேளா? என்ன அப்பா கூட யார் வந்திருக்கான்னு பாருங்க. யாரு வந்திருக்கு? செத்து போன எங்க அண்ணா மாதிரியே ஒருத்தர். அப்படியா? என் மருமக பிள்ளையானதுனால சொல்லவில்லை, அவர் ஹரிச்சந்திரன் மாதிரி. ஆமா. എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. തൽക്കാലം എന്നെ ഇവിടെ നാട്ടിക്കല്ലേ സാർ. പ്ലീസ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുന്നത് എന്തിനാണ് സാർ? അവനൊരു പാഠം പഠിപ്പിക്കാൻ. ആണല്ലോ. പാഠം പഠിച്ചു കഴിഞ്ഞവനെ പിന്നെയും പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോ മര്യാദക്കാരനാണ്, കുറ്റവാളിയല്ല. 24 മണിക്കൂർ അധ്വാനിച്ച് ഒരു കുടുംബം പുലർത്തുന്നവനാണ്. ഇനിയും എന്നെ അഴിക്കകത്താക്കിയാൽ അതോടെ എന്റെ കുടുംബം വെള്ളത്തിലാകും. ഞാനൊരു സ്ഥിരം കുറ്റവാളിയായി മാറും. അങ്ങനെ മാറിയാൽ ഈ വിൻസെന്റ് ഡിസൂസ ഇടിച്ച് നിന്റെ അസ്ഥി കലക്കും. ഒരുത്തന്റെ അസ്ഥി കലക്കാൻ ഏത് മണ്ടനും കഴിഞ്ഞു എന്ന് വരും. പക്ഷെ കലങ്ങിയ അസ്ഥി ശരിപ്പെടുത്തി എടുക്കാൻ കുറച്ച് മിടുക്ക് വേണം. സാർ എത്ര വട്ടം പറഞ്ഞു ഞങ്ങൾ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വന്നാലും ഞാൻ 2 എണ്ണത്തിനെയും പിടിക്കും. എന്നാ പിടിക്ക്. പക്ഷെ നിരപരാധികളായ ഞങ്ങളുടെ മനസ്സിന്റെ ശാപമേറ്റ് സാറും സാറിന്റെ കുടുംബവും നശിച്ച് വെള്ളത്തിലാകും. നോക്കിക്കോ. എന്റെ പ്രശ്നം തനിക്കറിയാമോ? ആഭ്യന്തരമന്ത്രിയുടെ ബന്ധുവായതുകൊണ്ടാണ് എന്നെ കേസ് പിടിക്കാൻ വിട്ടതെന്നും ഞാനിവിടെ ചുമ്മാ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് പ്രതിപക്ഷത്തെ ദുഷ്ടന്മാർ അസംബ്ലിയിൽ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. പാവം മന്ത്രി അമ്മാവൻ പ്രതിപക്ഷത്തിന് ചുട്ട മറുപടി കൊടുക്കാനാവാതെ അമ്മാവൻ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. എന്റെ വരവിന്റെ ഉദ്ദേശം നിങ്ങളെ പിടിക്കൽ മാത്രമല്ല, അധോലോക തെണ്ടികളായ KRനെയും വിക്രമനെയും എനിക്ക് പൂട്ടണം. ഏത് വിക്രമൻ? നിങ്ങളെ കൊലയാളികളായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന അതേ വിക്രമൻ തന്നെ. KRും ഈ വിക്രമനും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്.
മയക്കുമരുന്ന്, കൊല, ആയുധക്കള്ളക്കടത്ത് എന്നിവയൊക്കെയായിരുന്നു ഇവരുടെ ഏർപ്പാട്. ഇവർ തമ്മിൽ തല്ലി പിരിഞ്ഞപ്പോൾ പരസ്പരം പാര വയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്റലിജൻസിന് ഈ വിവരങ്ങളെല്ലാം കിട്ടുന്നത്. അത് ശരി. ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വിട്ടിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത്. ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. അവന്മാരെ ഞാൻ പിടിച്ചാൽ മന്ത്രി അമ്മാവനെ ആണുങ്ങളെ പോലെ തലയുയർത്തി നടക്കാൻ നോക്കും. അപ്പൊ പിടിക്കണം സാർ. തടി കൊണ്ടും ബുദ്ധി കൊണ്ടും എന്ത് സഹായം വേണമെന്ന് പറ, ഞാൻ ചെയ്യാം.